ഹായ് എവരിവൺ, AKRPS ടിപ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂണിവേഴ്സിറ്റി LGS എക്സാമിൻ്റെ ഭാഗമായിട്ട് മാത്സുമായിട്ട് റിലേറ്റഡുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതുപോലുള്ള മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആവശ്യമാണെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. ക്ലാസ് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ക്ലാസ് കണ്ട് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ക്ലാസ്സിന് ലൈക്ക് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോകാം. ഒരു വർഷത്തിൽ ജൂലൈ 19 ചൊവ്വാഴ്ചയാണെങ്കിൽ ഓഗസ്റ്റ് 15 ഏത് ദിവസം? ഇവിടെ നമുക്ക് ജൂലൈ 19 തന്നിട്ടുണ്ട്, ചൊവ്വാഴ്ചയാണ്. ഓഗസ്റ്റ് 15 ഏത് ദിവസമാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ടോട്ടൽ ദിവസങ്ങൾ എടുക്കണം. ആകെ ദിവസങ്ങൾ എത്രയാണെന്ന് നോക്കണം. അപ്പോൾ ഇവിടെ ജൂലൈ 19 ആണല്ലോ തന്നിരിക്കുന്നത്. ജൂലൈ 19 കഴിഞ്ഞ് ഓഗസ്റ്റ് 15 വരെ എത്ര ദിവസങ്ങളുണ്ടെന്ന് നോക്കണം. ഇപ്പോൾ ജൂലൈയിൽ 31 ദിവസങ്ങളുള്ളത്. അപ്പോൾ ജൂലൈ 19 കഴിഞ്ഞ് 31 ആകുമ്പോൾ എത്ര ദിവസമാകും? 31 19 കുറച്ചാൽ മതി. അപ്പം ജൂലൈയിൽ ഇനി 12 ദിവസങ്ങളുണ്ട്. നമുക്ക് ഓഗസ്റ്റ് 15 കണ്ടുപിടിക്കേണ്ടത്. ഇനി ഓഗസ്റ്റിൽ 15 ദിവസം. അപ്പോൾ ജൂലൈയിൽ ബാക്കി 12 ദിവസങ്ങളും ഓഗസ്റ്റിൽ 15 ദിവസങ്ങളുണ്ട്. അപ്പോൾ ആകെ എത്ര വന്നു? 27 ദിവസങ്ങൾ ആകെയുണ്ട്. ഈ ആകെ ടോട്ടലിൽ നിന്ന് ഈ ടോട്ടലിൻ്റെ ഒറ്റ ദിവസം കണ്ടുപിടിക്കണം. നമുക്ക് ആകെ ദിവസങ്ങളുടെ എണ്ണം 27 കിട്ടി. അതിലെ ഒറ്റ ദിവസം കണ്ടുപിടിക്കണം. ഒറ്റ ദിവസം കണ്ടുപിടിക്കാൻ ആ കിട്ടിയ തുകയെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഒറ്റ ദിവസം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ആ കിട്ടിയ തുകയെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 27 ഒറ്റ ദിവസം എങ്ങനെ കിട്ടും? 27 ഡിവൈഡഡ് ബൈ 7. 27 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ശിഷ്ടമാണ് നമുക്ക് വേണ്ടത്. 27 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ശിഷ്ടം 6 കിട്ടും. അത്രയും മനസ്സിലാകും. 27 7 കൊണ്ട് ഡിവൈഡ് നമുക്ക് ശിഷ്ടം എത്ര കിട്ടി? 6 കിട്ടി. അപ്പം നമുക്ക് തന്നിരിക്കുന്നത് ജൂലൈ 19 ചൊവ്വാഴ്ചയാണ്. ഈ ചൊവ്വാഴ്ചയിലൂടെ 6 കൂട്ടിയാൽ മതി. ചൊവ്വാഴ്ചയുടെ 6 കൂട്ടുമ്പോൾ എന്ത് കിട്ടും? ചൊവ്വ കഴിഞ്ഞ് ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ, തിങ്കൾ. ചൊവ്വയുടെ 6 കൂട്ടുമ്പോൾ എന്ത് കിട്ടി? തിങ്കൾ കിട്ടി. അപ്പോൾ ഓഗസ്റ്റ് 15 ഏത് ദിവസമായിരിക്കും? തിങ്കളായിരിക്കും. സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ആകെ ദിവസങ്ങൾ എണ്ണം കണ്ടുപിടിക്കുക. അതിൽ നിന്ന് ഒറ്റ ദിവസം കണ്ടുപിടിക്കാൻ അതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ശിഷ്ടം കിട്ടും. നമുക്കതിന് ദിവസത്തിനുള്ള ശിഷ്ടം കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? കണ്ടുപിടിക്കേണ്ട ദിവസം കിട്ടും. അത്രയേ ഉള്ളൂ. ഇനി അടുത്ത ദിവസം നോക്കാം. സമയം 4:20 ആകുമ്പോൾ ക്ലോക്കിലെ മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലെ കോണളവ് എത്ര? കോണളവ് കണ്ടുപിടിക്കാനാണ്. കോണളവ് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. 60h - 11m/2. അതാണ് കോണളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. 60h - 11m ഹോൾ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇതിൽ എച്ച് എന്ന് പറയുന്നത് മണിക്കൂറിനെയും എം എന്ന് പറയുന്നത് മിനിറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം നമുക്കിവിടെ 4:20 സമയം. 4:20 ആകുമ്പോൾ 4 മണിക്കൂർ 20 മിനിറ്റ്. അപ്പോൾ എച്ച് എന്ന് പറയുന്നത് മണിക്കൂറാണ്. അപ്പോൾ എച്ച് 4 കിട്ടും. എം മിനിറ്റാണ്. എം 20 കിട്ടും. അത് ഇക്വേഷനിൽ കൊടുത്താൽ മതി. 60 × എച്ചിന് പകരം 4 - 11 × എമ്മിന് പകരം 20 ഡിവൈഡ് ബൈ 2. 60 × 4 240 കിട്ടും. 11 × 20 220 കിട്ടും. 240 നിന്ന് 220 കുറയ്ക്കുമ്പം 20 കിട്ടും. 20നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ 10 ഡിഗ്രി. അത്രയേ ഉള്ളൂ. അപ്പോൾ കോണളവ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷൻ 60h - 11m/2 ചെയ്താൽ മതി. എച്ച് മണിക്കൂറിനെയും എം മിനിറ്റിനെയും സൂചിപ്പിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ക്ലാസ്സിൽ അജിതയുടെ റാങ്ക് മുകളിൽ നിന്ന് 16-മതും താഴെ നിന്ന് 9-മതുമാണ് എങ്കിൽ ആ ക്ലാസ്സിൽ ആകെ എത്ര കുട്ടികളുണ്ട്? നമുക്കൊരു ക്ലാസ്സിലെ ടോട്ടൽ കുട്ടികളുടെ എണ്ണമാണ് കണ്ടുപിടിക്കണം. ടോട്ടൽ കണ്ടുപിടിക്കണം. അതിൽ മുകളിൽ നിന്നുള്ള റാങ്ക് തന്നിട്ടുണ്ട്, താഴെ നിന്നുള്ള റാങ്കും. ഒരു വ്യക്തിയുടെ തന്നിരിക്കുന്നത്. ഒരു വ്യക്തിയുടെ മുകളിൽ നിന്നുള്ള റാങ്കും താഴെ നിന്നുള്ള റാങ്കും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ക്ലാസ്സിൽ ആകെ എത്ര പേരുണ്ടെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ആകെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? മുകളിലത്തെ റാങ്ക് പ്ലസ് താഴത്തെ റാങ്ക്. മുകളിലത്തെ റാങ്കും മുകളിൽ നിന്നുള്ള റാങ്കും താഴെ നിന്നുള്ള റാങ്കും കൂടെ കൂട്ടിയിട്ട് അതിൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? ടോട്ടൽ കിട്ടും. അപ്പോൾ മുകളിൽ നിന്നുള്ള റാങ്ക് 16-ഉം താഴെ നിന്നുള്ള റാങ്ക് എത്ര? 9-ഉം. 16 9 കൂടെ കൂട്ടുമ്പോൾ 25 കിട്ടും. അതിൽ നിന്ന് 1 കുറച്ചാൽ 24. ആകെ 24 പേരാണ് ക്ലാസ്സിലുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. 2024 ജനുവരി 1-ാം തീയതി തിങ്കളാഴ്ചയാണെങ്കിൽ ആ വർഷം എത്ര ചൊവ്വാഴ്ചകൾ ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് തന്നിരിക്കുന്ന വർഷം അതിവർഷം ആണോ നോക്കണം. അതിവർഷമാണെങ്കിൽ ജനുവരി 1-ഉം 2-ഉം 53 എണ്ണം വീതം ആ വർഷം കാണും. അതായത് ഇപ്പോൾ ജനുവരി 1 തിങ്കളാഴ്ചയാണെങ്കിൽ ആ തിങ്കളാഴ്ച ആ വർഷം 53 തിങ്കളാഴ്ച കാണും. ജനുവരി 2 ചൊവ്വാഴ്ചയാണെങ്കിൽ ആ വർഷം
ചൊവ്വാഴ്ച 53 കാണും. അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം നോക്കേണ്ടത് നമുക്ക് അറിയുന്ന വർഷം അതിവർഷമാണോ എന്നാണ്. ഇപ്പോൾ 2024 ഇവിടെ തന്നിരിക്കുന്നത്. 2024 അതിവർഷമാണോ നോക്കാൻ എന്ത് ചെയ്താൽ മതി? 2024 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. 2024 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം 0 കിട്ടുന്നതെങ്കിൽ അത് അതിവർഷമായിരിക്കും. ഇപ്പോൾ 2024 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം 0 കിട്ടും. അതുകൊണ്ട് 2024 അതിവർഷമാണ്. അതിവർഷമാണെങ്കിൽ എന്താ പറഞ്ഞത്? ജനുവരി 1, 2, 53 വീതം കാണും. അപ്പോൾ ഇവിടെ ജനുവരി 1 തിങ്കളാഴ്ചയാണ്. അപ്പോൾ ആ വർഷം 53 തിങ്കളാഴ്ച കാണും. നമ്മൾ കണ്ടുപിടിക്കേണ്ട എത്ര ചൊവ്വാഴ്ച ഉണ്ടെന്നാണ്. ജനുവരി 1 തിങ്കളാഴ്ച ആണെങ്കിൽ ജനുവരി 2 എന്തായിരിക്കും? ചൊവ്വാഴ്ച ആയിരിക്കും. അപ്പോൾ ജനുവരി 1, 2, 53 ദിവസമാണല്ലോ ഉള്ളത്. അപ്പോൾ ചൊവ്വാഴ്ച എത്ര കാണും? 53 ചൊവ്വാഴ്ച കാണും. ആൻസർ 53 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പോൾ രാജുവിന് 18 വയസ്സും രാധയ്ക്ക് 12 വയസ്സുമുണ്ട്. എത്ര വർഷങ്ങൾ കഴിഞ്ഞാൽ ഇവരുടെ വയസ്സുകളുടെ തുക 40 ആകും? അപ്പോൾ ഇപ്പോഴുള്ള രാജുവിൻ്റെയും രാധയുടെയും വയസ്സാണ് തന്നിരിക്കുന്നത്. ഇനി എത്ര വർഷങ്ങൾ കഴിഞ്ഞാൽ അവരുടെ വയസ്സുകളുടെ തുക 40 ആകും എന്നാണ് ചോദ്യം. അപ്പോൾ ഇപ്പോൾ അവരുടെ വയസ്സുകളുടെ തുക എത്ര ആയിരിക്കും? ഇപ്പോൾ രാജുവിന് 12 വയസ്സും രാധയ്ക്ക് 18 വയസ്സും രാധയ്ക്ക് 12 വയസ്സുമാണ്. അപ്പോൾ ഇപ്പോൾ അവരുടെ തുക എന്തായിരിക്കും? 12 + 18 30 ആയിരിക്കും ഇപ്പോൾ അവരുടെ തുക. ഇനി 10 വർഷം കഴിയുമ്പം വയസ്സുകളുടെ തുക 40 ആകുമെന്നാണ് പറഞ്ഞത്. ഇനി 40 ആകും എത്ര കൂടെ 30 ആ ടോട്ടൽ. 40 ആകാൻ 10 കൂടെ ആഡ് ചെയ്യണം. 10 വർഷം 10 എത്ര വർഷം കഴിയണം? ഇപ്പോൾ രാജുവിന് 5 വർഷം കൂടെ കഴിയുമ്പോൾ 5 വയസ്സാവും. രാധയ്ക്ക് 5 വർഷം കൂടെ കഴിയുമ്പോൾ 5 വയസ്സാവും. അപ്പോൾ രണ്ടും കൂടെ എത്രയായി? 10 ആയി. നമുക്കിപ്പോൾ ടോട്ടൽ 30 കൊണ്ട് 40 ആവാൻ 10 കൂടെ മതി. അപ്പം രാജുവിന് 5 വർഷം കഴിയുമ്പം 5 വയസ്സാവും. രാധയ്ക്ക് 5 വർഷം കഴിയുമ്പോൾ 5 വയസ്സാവും. അപ്പോൾ ടോട്ടൽ എത്ര? 5 + 5 10 ആയി. അപ്പം 10 ആവാൻ എത്ര വർഷം കൂടെ കഴിഞ്ഞാൽ മതി? 5 വർഷം കൂടെ കഴിഞ്ഞാൽ മതി. അപ്പോൾ ആൻസർ എത്ര ആയിരിക്കും? 5 ആയിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് മാക്സിമമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ്. ഇതുപോലുള്ള ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ട ക്ലാസ്സിന് ലൈക്ക് ചെയ്യുക. ഇതൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റൊരു വീഡിയോ കൂടെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.